ഹലോ മച്ചാമാരിയെ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്ന കഥയെന്ന് പറയുന്നൊരു അടിപൊളി ആനിമേറ്റഡ് മൂവിയാണ്. ഈ സിനിമയുടെ പേര് എന്ന് പറയുന്നത് ലീലോ ആൻഡ് സ്റ്റിച്ച്. തുടക്കത്തിൽ തന്നെ ഈ എലിയെ പോലുള്ള നീല കളറുള്ളവനാണ് നമ്മളെ ഏലിയൻ 626. ഇവൻ രക്ഷപ്പെട്ട് ഭൂമിയിലോട്ട് വരികയാണ്. അവനെ തേടി അവനൊരു ഹവായ് ദ്വീപിലെ കൊച്ചു പെൺകുട്ടിയുടെ ഇത് കിട്ടുകയാണ്. അവളുടെ സ്വന്തം വളർത്തുമൃഗത്തെ പോലെ നോക്കുന്നൊക്കെ ഉണ്ട്. ഇതിനെ തേടി മറ്റുള്ള ഏലിയൻ ഭൂമിക്കും വരുന്നുണ്ട്. അപ്പോൾ മറ്റുള്ള ഏലിയനിൽ നിന്ന് ഈ കൊച്ചു ഏലിയനെ എങ്ങനെ അവർ രക്ഷപ്പെടുത്തി, ഈ ഏലിയൻ എന്തൊക്കെ കുസൃതികൾ കാട്ടിക്കൂട്ടി, അതാണ് ഈ കഥ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു കോമിക്സ് ഒക്കെ ഉണ്ട് കേട്ടോ, ലീലോ സ്റ്റിച്ച് ആയിട്ട്. നമുക്ക് നേരെ കഥയിലേക്ക് പോകല്ലേ. കഥയുടെ ഈ മായാജാല ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മച്ചാമാരി, നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ഹൈപ്പ് കൊടുക്കുക. ഇവിടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു ഔട്ടർ സ്പേസ് ആണ്. അതിൽ കമ്മ്യൂണിവേഴ്സ് പോലത്തെ ഒരു സ്ഥലമുണ്ട്. വളരെ വ്യത്യസ്തത്തിലുള്ള ജീവജാലങ്ങളെല്ലാം അതിലുണ്ട്. ഇതാണ് അവിടുത്തെ സുപ്രീം ലീഡർ. ഇതാണ് ഡോക്ടർ ജുംബ ജുക്കിബ. ഇവൻ്റെ അടുത്ത് അനിമലിനെ കുറിച്ച് നിരീക്ഷിക്കാൻ പറഞ്ഞാൽ ഇവൻ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നു എന്ന പേരിൽ അറിയാണ്ട് ഉണ്ടാക്കിയതാണ് ഈ എക്സ്പെരിമെൻറ്റ് 626 എന്ന് പറയുന്ന ഏലിയൻ. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിയാണ്. അതേപോലെ ഒരിക്കലും മരണമില്ല, നല്ല കുസൃതിയും ഉണ്ട്. അപ്പോൾ ഇത് കണ്ട് മറ്റുള്ള ഏലിയൻ പേടിച്ചിട്ട് അവിടുത്തെ സുപ്രീം ലീഡറിനെ പറയുന്നത് ഇതിനെ കൊന്നു കളയണം മേഡം, നമ്മൾക്ക് തന്നെ ആപത്താവുമെന്ന്. സുപ്രീം ലീഡർ ഇതിനെ ചോദിക്കേണ്ടത് നിനക്ക് എന്തെങ്കിലും നല്ലതുണ്ടോ നിൻ്റെ ഉള്ളിൽ. അപ്പോൾ സുപ്രീം ലീഡറിനെ കളകിക്കൊണ്ട് ബേ എന്ന് പറയുകയാണ്. ഇത് കേട്ട സുപ്രീം ലീഡർ കാലി മൂത്ത് പറയുകയാണ്, കൊന്നു കളഞ്ഞേക്ക് ഇവനെയും കൊല്ലണം, ഇവനെ ഉണ്ടാക്കിയ ആ ജംബ ജുക്യുബിൻ്റെ ലാബും തകർത്തേക്ക്, അതേപോലെ ജംബ ജുക്യുബിനെ അറസ്റ്റ് ചെയ്യുമെന്ന് പറയുകയാണ്. പെട്ടെന്ന് ഒരു മെഷീൻ ഇവനെ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. 2 മെഷീനുകൾ അപ്പുറത്ത് പൊട്ടാൻ നിൽക്കുമ്പോഴാണ് ഇവൻ മരിച്ച പോലെ അങ്ങോട്ട് അഭിനയിക്കുന്നത്. അതിൻ്റെ ഓപ്പറേറ്റർ അത് വിശ്വസിച്ച് ഇത് ഷട്ട് ഡൗൺ ചെയ്തു. ഇവ അവിടെ നിന്ന് മുങ്ങുകയാണ്. അതിനുശേഷം ഇവനെ പിന്നാലെ സോൾജർ തുരുതുരാന്ന് വെടിവെക്കുമ്പോൾ അടുത്തുള്ളൊരു സ്പേസ് ക്രാഫ്റ്റിൽ കയറി ആ കമ്മ്യൂണിവേഴ്സ് വിട്ട് തന്നെ പുറത്ത് പോവുകയാണ്. എന്നുവെച്ചാൽ അവൻ പോലും അറിയേണ്ട ഔട്ടർ സ്പേസിൻ്റെ പുറത്തോട്ട് പോവുകയാണ്. ഇത് കണ്ട സുപ്രീം ലീഡർ അവന് പിന്നാലെ ഡ്രോണൊക്കെ പറഞ്ഞെങ്കിലും അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് അവൻ നേരെ ഭൂമിയിലോട്ട് പോവുകയാണ്. എന്നുവെച്ചാൽ സയൻറ്റിസ്റ്റ് പറയുന്നു ഇനി 12 മണിക്കൂറിൽ ഭൂമി എന്ന് പറയുന്ന ഗ്രഹത്തിൽ ഇവൻ എത്തുമെന്ന്. അപ്പോൾ സുപ്രീം ലീഡർ പറയുകയാണ്, പേടിക്കേണ്ട, അതിൽ കൂടുതലും വെള്ളമാണ്, അവൻ വെള്ളത്തിൽ മുങ്ങി മരിച്ചോളുമെന്ന്. അതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞ് ആ സയൻറ്റിസ്റ്റ് പിന്നെയും പറയണം, മാഡം വേറൊരു ന്യൂസ് കിട്ടിയിട്ടുണ്ട്, അവൻ ഇറങ്ങാൻ പോകുന്നത് വെള്ളത്തിലല്ല മറിച്ച് കരയിലാണെന്ന്. നമ്മുടെ സുപ്രീം ലീഡർ ഭയങ്കരമായിട്ട് ദേഷ്യത്തിലാണ് പറയുന്നത്, ഭൂമിയെ നശിപ്പിച്ച് അതിനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ജുംബ ജുക്കി പറഞ്ഞു ഞാൻ കൊണ്ടുവരാമെന്ന്. ലീഡർ വേണ്ട എന്ന് പറയുകയാണ്. നമ്മൾ ഒറ്റക്കണ്ണൻ ഏലിയൻ പ്ലേക്കിലി ഇവൻ പറയണേ, സുപ്രീം ലീഡർ ഒരിക്കലും നമ്മൾ ഭൂമിയെ നശിപ്പിക്കരുത്, കാരണം ഭൂമിയിൽ നിന്നാണ് നമുക്ക് നമ്മുടെ മേജർ സോഴ്സ് ആയിട്ടുള്ള റോ മെറ്റീരിയലൊക്കെ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ നശിപ്പിച്ചാൽ നമുക്കത് വളരെ തടസ്സമാവുന്നു. അപ്പോൾ ജുംബ ജുക്വിൻ്റെ കൂടെ ഞാൻ പോയി ഏലിയനെ കൂട്ടിച്ചു തരാമെന്ന്. അപ്പോൾ സുപ്രീം ലീഡർ പറയണം, ആയിക്കോട്ടെ, എന്തായാലും നിങ്ങൾ 2 പോയി അതിനെ കൂട്ടിയിട്ട് വാ, അങ്ങനെ കൊണ്ടുവന്ന് നിങ്ങൾ 2 കൊന്നുകളി അങ്ങോട്ട് പറയുകയാണ്. അവർ 2 അവിടെ നിന്ന് യാത്രയാവുകയാണ്. എന്നുവെച്ചാൽ നേരെ നമ്മൾ കാണിക്കുന്നത് ഹവായ് ബീച്ചിലെ കടലിലടിയത്തെ കാഴ്ചകളാണ്. ഒരു കൊച്ചു പെൺകുട്ടി വന്ന് അവിടുത്തെ പാറിൻ്റെ അടിയിൽ ഒരു സാൻഡ്വിച്ച് വെക്കുന്നു. ഇവിടെ നമ്മുടെ കഥയുടെ ടൈറ്റിൽ എഴുതുകയാണ് ലീലോ ആൻഡ് സ്റ്റിച്ച്. ഈ കാണുന്നതാണ് നമ്മുടെ കഥയുടെ ഹീറോയിൻ ലീലോ. ഇവളൊരു കൊച്ചു കുട്ടിയാണ്. ഇവൾക്ക് അച്ഛനും അമ്മയിലെ ഇവളുടെ കാര്യം നോക്കുന്ന ചേച്ചിയാണ്. അതേപോലെ ഇവൾ ഭയങ്കര വികൃതിയാണ്, നല്ല മൃഗസ്നേഹിയാണ്. അപ്പോൾ ഇവിടെ ശേഷം അവൾ അവിടെ ഫുള്ളും കറങ്ങി അവളുടെ കുറുമ്പുകളൊക്കെ വെച്ച് അവൾ നല്ലോണം ആസ്വദിച്ചിരിക്കുമ്പോഴാണ് അവൾ പെട്ടെന്ന് ഒരു ചിക്കൻ്റെ കൂട് കാണുന്നത്. അതിനെ ഫുൾ അവൾ തുറന്നു വിടുകയാണ്. എന്നതിന് ശേഷം അവൾക്ക് അപ്പോഴാണ് ഓർമ്മ വന്നത് അവളുടെ സ്കൂളിൽ നിന്ന് ട്രൈബ് ഡാൻസ് ഉണ്ടെന്ന്. അവൾ വേഗം അതിനായിട്ട് ഓടുകയാണ്. അപ്പോൾ നമ്മുടെ സാറാണെങ്കിലും ഇവിടെ ലീലോ എത്തിയിട്ടില്ല എന്ന് വെച്ചിട്ട് പരിപാടി കുളമെന്ന് പറയുമ്പോൾ കറക്റ്റ് നമ്മുടെ ലീലോൻ്റെ എൻട്രി വരുന്നത്. എന്നിട്ട് ലീലോ അവൾക്കായി മാറ്റിച്ച ഡ്രസ്സൊക്കെ ഇടുകയാണ്. എന്ന് വെച്ചാൽ നമുക്കിവിടെ ഒരു കാര്യം കാണിക്കുന്നത്, ലീലോയ്ക്ക് ഫ്രണ്ട്സ് ആരുമില്ല, കാരണം ലീലോ ഒരു അനാഥ ആയതുകൊണ്ട് ആരും അവളെ ഗ്രൂപ്പിൽ ചേർക്കുന്നില്ല. അവളുടെ ചേച്ചിക്കായി ഒരു സീറ്റെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാണ് അവളുടെ ചേച്ചി ഞാനി പണിയെല്ലാം കഴിഞ്ഞ് ലീലോൻ്റെ ഡാൻസ് നോക്കാൻ വേണ്ടി വേഗം കാറിൽ കയറി വണ്ടി സ്റ്റാർട്ടാക്കുന്നതാണ്. വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. ഇത് കണ്ട് ഞാനിക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. നമ്മുടെ ലീലയെ നോക്കുകയാണെങ്കിൽ ഞാനിക്കായി മാറ്റിയ സീറ്റ് നോക്കി അവൾ ഇങ്ങനെ ഞാനിക്കായി പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് വേണം വെച്ച് ഒരു കുട്ടി അവളെ തള്ളിയിടുന്നത്. പക്ഷെ ഇതാരും കാണുന്നില്ല. ഇത് കണ്ട് കലി മൂത്തവൾ എല്ലാവരും മുമ്പ് വെച്ച് ആ കുട്ടിനെ തള്ളിയിടാണ്. എന്നുവെച്ചാൽ ആ സാർ ആ തള്ളിയിട്ട കുട്ടീൻ്റെ പേരൻസിന് പോയി സോറി ചോദിക്കുകയാണ്. ഈ സമയത്താണ് നമ്മുടെ ഞാനി വരുന്നത്. പരിപാടിയെല്ലാം കഴിഞ്ഞ് എന്നിട്ട് അവൾ വേറൊരു വഴിയില്ലാണ്ട് വീട്ടിലോട്ട് തിരിച്ചു പോകുന്ന സമയത്താണ് വാതിൽ ഗോ എവേ എന്ന സ്റ്റിക്കർ ഒടിച്ച് നമ്മുടെ ലീലോ ഫുൾ സൗണ്ടിൽ പാട്ടും വെച്ച് വാതിൽ കഥക് അങ്ങോട്ട് അടച്ച് കടന്നുറങ്ങുകയാണ്. ഇത് കണ്ട് നമ്മുടെ ഞാനി തുറക്കാൻ വേണ്ടി കുറേ പറയുന്നുണ്ട്. കറക്റ്റ് ഈ ടൈമിലാണ് ഗവൺമെൻറ്റിൽ നിന്നൊരു ലേഡി വരുന്നത്. ആ ലേഡിയെ വീട്ടിൻ്റെ പുറകു വശത്തു കൂടി ഒരു സംശയമില്ലാത്ത രീതിയിൽ കൊണ്ടുവരുമ്പോൾ അവിടെയും ചെങ്ങലിട്ട് പൂട്ടിക്കുന്നു. അതൊക്കെ തുറന്ന് മാനേജ് ചെയ്ത് ആ ലേഡിയെ അകത്തോട്ട് ക്ഷണിക്കുകയാണ്. അതിനുശേഷം ആ ലേഡി ചോദിക്കുന്നത്, ലീലോയ്ക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്, നിനക്ക് ലീലോയെ നോക്കാൻ പറ്റില്ലെങ്കിൽ എനിക്ക് തന്നേക്കെന്ന്. അപ്പോഴാണ് അവിടെ കാണിക്കുന്നത് ആ ലേഡിക്ക് ഒരു ഓർഫനേജ് ഉണ്ട്. ഇങ്ങനെ മാതാപിതാക്കൾ ആരും ഇല്ലാത്ത കുട്ടികളെ ആ ഓർഫനേജിലെടുത്ത് അവർക്ക് വേണ്ടി പഠനം, മെഡിക്കൽ എക്സ്പെൻസ് എല്ലാം നിർവഹിച്ച് അവർ സംരക്ഷിക്കുന്നതാണ് അതിൻ്റെ പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ ഞാനീ പറയണേ, മാഡം അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എൻ്റെ അനിയത്തി ഞാനുള്ളവരെ ഞാൻ നല്ലവണ്ണം നോക്കിക്കോളാം എന്ന്.
ലേഡി ഞാനിൻ്റെ അടുത്ത് പറയണം ഞാനൊന്ന് നീലോൻ്റെ അടുത്തും കൂടി ചോദിക്കട്ടെ എന്ന്. അങ്ങനെ നീലോനെ ചോദ്യം ചെയ്യുമ്പോഴാണ് നമ്മുടെ ഞാനി ബാക്കിൽ നിന്ന് ലീലോയ്ക്ക് എന്താണ് പറയണമെന്ന് ആക്ഷനിലൂടെ കാണിച്ചു കൊടുക്കുന്നു. ലീലോവും അത് നോക്കി ചിരിച്ച് പറയുമ്പോൾ ലേഡി രണ്ടുപേരെയും കയ്യോടെ അങ്ങോട്ട് പിടിക്കുകയാണ്. അതിന് ശേഷം ലീലോൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞിട്ട് ആ ലേഡി ഞാനിൻ്റെ അടുത്ത് കുറച്ച് സംസാരിക്കുകയാണ്. ഞാൻ നിനക്കെ അറിയാലോ, നീ എന്നെ എങ്ങനെയാണ് കഷ്ടിച്ച് ജീവിക്കുന്നത്, ഇതിൽ നീ ലീലോനെയും കൂടി ബുദ്ധിമുട്ടിക്കരുത്. ഞാൻ ലീലയുടെ അലമാരയിൽ നിന്നൊരു ഷീറ്റ് പേപ്പർ എടുത്തു. അതിൽ അവൾ മീ അലോൺ എന്ന് എഴുതി. അവൾ ഒറ്റപ്പെടലിൻ്റെ വേദന അനുഭവിക്കുന്നു. അതുകൊണ്ട് നീ അവളെ എൻ്റെ ഓഫീസിൽ തന്നാൽ അവിടെ നിറയെ ധാരാളം കുട്ടികളുണ്ട്. അപ്പോൾ അവൾ അവളുടെ കൂടെ വളരെ സന്തോഷവതിയായിരിക്കും. അപ്പോൾ ഇത് കേട്ട് നമ്മുടെ ഞാനാണെങ്കിൽ വളരെ സങ്കടത്തോടെ ഇരിക്കുമ്പോഴാണ് ആ ലേഡി വേറൊന്ന് പറയുന്നത്, നീ എന്തിനും അവളുടെ പേരിലൊന്ന് മെഡിക്കൽ ഇൻഷുറൻസ് എടുത്ത് വയ്ക്കൂ, കാരണം എനിക്കത് ആവശ്യപ്പെടുമെന്ന്. അപ്പോൾ ഞാനീ തീർച്ചയായും മാഡം എന്തായാലും ഞാൻ എടുത്തു വെക്കാമെന്ന് പറയും. അതിനുശേഷം ആ ലേഡി പോകുമ്പോൾ ഞാൻ ആ ലേഡിയെ പറഞ്ഞിട്ട് നേരെ നോക്കുന്നത് നമ്മുടെ ലീലോനെയാണ്. ലീലോ അവിടെ നിന്ന് ചിരിച്ചിട്ട് ചിത്രം വെച്ചിരിക്കുമ്പോൾ ഞാൻ വേഗം കൂടി അവളുടെ അടുത്ത് പോയി അവളെ തല്ലാൻ വേണ്ടി ഓടിക്കുകയാണ്. ഏകദേശം അവളെ പിടിച്ച് അവളൊന്ന് കെട്ടിപ്പിടിക്കുകയാണ്. കാരണം ഞാനിക്ക് ഇപ്പോൾ കുടുംബം എന്ന് പറയുന്ന ആകെ ലീലോ മാത്രമേ ഉള്ളൂ. അവളുടെ അച്ഛനും അമ്മയും ഒരു ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. ലീലോയ്ക്കും ആകെ കുടുംബം എന്ന് പറയുന്നത് ഞാനും മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മുടെ അയൽവാസിയായ ടൂട്ടു മുത്തശ്ശി. ടൂട്ടു മുത്തശ്ശി പറയണേ, നീ എന്തായാലും നിൻ്റെ ഫ്യൂച്ചറിന് നോക്ക്, നിനക്ക് നേവിയിൽ റാങ്ക് ലിസ്റ്റ് കിട്ടിയതല്ലേ, അപ്പോൾ നീ നേവിക്ക് പൊയ്ക്കോ, ഞാൻ വേണമെങ്കിൽ ലീലോനെ നോക്കാമെന്ന്. അപ്പോൾ ഞാൻ പറയുന്നത് വേണ്ട, ഞാൻ അങ്ങനെ ലീലോനെ തനിച്ചാക്കി എവിടേക്കും പോകില്ല എന്ന്. അപ്പോൾ മുത്തശ്ശി പറയാണ് ലീലോനെ ഞാൻ നോക്കിക്കോളാം എന്ന്. എന്നതിന് ശേഷം അവൾ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാമെന്ന് പറയുമ്പോഴാണ് മുത്തശ്ശിയുടെ പേരക്കുട്ടിയായ ഡേവിഡ് അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഈ ഡേവിഡിനെ നമ്മുടെ നാനിക്കൊന്ന് ചെറുതായിട്ടൊരു ക്രഷ് ഉണ്ട്. അപ്പോൾ ഡേവിഡ് ഇവളുടെ സംസാരിച്ച് ഡേവിഡ് നേരെ സർഫ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പക്ഷേ മുത്തശ്ശി പറയുന്നു ശരി ഞാൻ എന്തായാലും നീ ലീലോനെ നോക്ക്, ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞ് നമ്മളെ ടൂട്ട് മുത്തശ്ശി ആ കാർട്ടെടുത്ത് പോവുകയാണ്. എന്നതിന് ശേഷം നേരെ അവിടെ കാണിക്കുന്ന ഔട്ടർ സ്പേസ് ആണ്. നമ്മുടെ 626 ഏലിയൻ ഒരു സ്പേസ് ഷിപ്പും കൊണ്ട് വന്നില്ലേ, ആ സ്പേസ് ഷിപ്പ് ഫുള്ള് ഡാമേജ് നേരെ ഭൂമിയിലോട്ട് വീഴാൻ പോവുകയാണ്. അതിന് ശേഷം നമുക്കിവിടെ നേരെ കാണിക്കുന്നത് നമ്മുടെ ഞാനിനെയും ലീലോനെയുമാണ്. ഞാനി ലീലോന് ഭക്ഷണം വാരി കൊടുക്കുമ്പോഴാണ് ഒരു കാര്യം ലീലോ നാനിയുടെ അടുത്ത് ചോദിക്കുന്നത്, ഞാൻ ശരിക്കും ഒരു ചീത്ത കുട്ടിയാണോ, എല്ലാവരും പറയുന്നു ഞാൻ ചീത്ത കുട്ടിയാണോ എന്ന്. അപ്പോൾ ഞാനി പറയാണ് നീ ഒരിക്കലും ചീത്ത കുട്ടിയല്ല, നീ ചെയ്ത കാര്യം നീ എന്നെ തിരിച്ച് അതിൽ നിന്ന് നല്ലത് പഠിക്കുമെന്ന് പറഞ്ഞ് അവളെ ചിരിപ്പിക്കുകയാണ്. അതിന് ശേഷം ലീല ഞാനിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് നീ എന്നെ വിട്ടിട്ട് നേവിയിലേക്ക് പോകുമോ എന്ന്. അപ്പോൾ ഞാനി പറയുകയാണ് ഞാൻ നിന്നെ വിട്ട് നേവിയിലേക്ക് പോകില്ല. അങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്നൊരു ഷൂട്ടിംഗ് സ്റ്റാർ കാണുന്നത്. അപ്പോൾ ലീല നമ്മുടെ ഞാനിയെ മാറ്റിയിട്ട് അവിടെ നിന്ന് അവൾ പറയുകയാണ് എന്നെ ഒരിക്കലും കുറ്റപ്പെടുത്താത്ത, എന്നെ നല്ല സ്നേഹിക്കുന്ന എനിക്കൊരു നല്ലൊരു സുഹൃത്തിനെ കിട്ടണമെന്ന്. അപ്പോഴാണ് നമുക്ക് വേറൊരു കാര്യം കാണിച്ചത്, അത് ഷൂട്ടിംഗ് സ്റ്റാർ അല്ല, അത് നമ്മുടെ 626ൻ്റെ സ്പേസ് ഷിപ്പാണ്. അവൻ നേരെ ഭൂമിയിലോട്ട് വന്നതും സ്പേസ് ഷിപ്പിൽ നിന്ന് പുറത്ത് വരികയാണ്. കാണിക്കുന്നത് നമ്മുടെ 626നെ ഫോളോ ചെയ്ത് നമ്മുടെ ജുക്കിബാനിയും പ്ലീക്ലിയാണ്. ജുക്കിബ തൻ്റെ കയ്യിലുള്ള ഒരു റിമോട്ട് അമർത്തിയതും നമ്മുടെ 626ൻ്റെ കഴുത്തിൽ ഷോക്ക് അടിക്കുകയാണ്. ഇത് കണ്ട് പ്ലീക്ലി പറയാണ് നമ്മൾ ഒരിക്കലും അതിനെ കൊല്ലരുത്, നമ്മൾ ജീവനോട് നമ്മുടെ ലീഡറിനെ അതിന് കൊണ്ട് കൊടുക്കണമെന്ന്. അപ്പോൾ ജുക്കിബ റിമോട്ട് അവിടെ വെക്കുന്നു. നമ്മുടെ ബുദ്ധിശാലിയായ 626 എന്ത് ചെയ്യുന്നത് വെച്ചാൽ അവിടെയുള്ള ഒരു ജനറേറ്ററിൽ 2 വയറെടുത്ത് ഹൈ വോൾട്ടേജ് ആ നെക്ക് ബാൻഡിൽ കൊടുത്തതും ആ നെക്ക് ബാൻഡ് അങ്ങോട്ട് ഇല്ലാണ്ടായി പോവുകയാണ്. എന്നതിന് ശേഷം ഇവരുടെ ഇതിൽ സിഗ്നൽ ലോസ്റ്റ് എന്ന് പറഞ്ഞ് കാണിക്കുമ്പോഴാണ് നമ്മുടെ പ്ലീക്ലി ടെൻഷൻ ആവുന്നത്. ഇനി നമ്മൾ എങ്ങനെയാണ് 626നെ പിടിക്കുമെന്ന്. അപ്പോഴാണ് നമ്മുടെ ജുക്കിബ പറയുന്നത് ഭൂമിയിൽ എവിടെയൊക്കെ പ്രശ്നമുണ്ടോ അവിടെയൊക്കെ അവൻ ഉണ്ടാവുമെന്ന്. എന്നതിന് ശേഷം നമ്മുടെ 626നെ കാണിക്കുന്നു. അവനാണെങ്കിൽ ഭയങ്കര വിഷമിരിക്കുമ്പോഴാണ് അടുത്തൊരു പരിപാടി നടക്കുന്നത് കാണുന്നത്. പിന്നെ നമ്മളെ ജുക്കിബ പറഞ്ഞ പോലെ ആ പരിപാടി അങ്ങോട്ട് മാക്സിമം അങ്ങോട്ട് കോളാക്കി കയ്യിൽ കൊടുക്കുകയാണ്. അങ്ങനെ പരിപാടിയൊക്കെ കോളാക്കി കഴിഞ്ഞ് പിന്നെ അവൻ കേക്കും കഴിച്ച് നേരെ റോട്ടിലോട്ട് നടക്കുമ്പോഴാണ് ഒരു വലിയൊരു ബസ് വന്ന് അവൻ ഇടിച്ച് അവൻ അബോധാവസ്ഥയിലാവുന്നത്. എന്നുവെച്ചാൽ നമ്മുടെ പ്ലീക്ലീനെയും ജുക്കിബാനെയും കാണിക്കുകയാണ്. അവർ ഭൂമിയിലേക്ക് എത്തിയിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ ജുക്കിബയും പ്ലീക്ലിയും പാടെ ആർക്കും ഡൗട്ട് വരാത്ത രീതിയിൽ അവരുടെ മുഖം ഫുള്ള് കവർ ചെയ്ത് നടക്കുകയാണ്. അതിനുശേഷം ഒരു ക്ലോണിങ് ഡിവൈസ് ഉപയോഗിച്ച് അവിടെ വന്ന് 2 ടൂറിസ്റ്റുകളുടെ DNA കോപ്പി ചെയ്ത് അവർ പോലും അറിയേണ്ട അവരുടെ കയ്യിൽ തൊട്ട് ആ DNA കോപ്പി ചെയ്ത് അവരിനെ പോലെ തന്നെ ആയി മാറുകയാണ്. അതിനുശേഷം നമ്മുടെ പ്ലീക്ലി ഫസ്റ്റ് പ്രാവശ്യം മനുഷ്യന്മാരെ പോലെ മാറി വ്യത്യസ്ത രീതിയിൽ നടക്കുകയാണ്. ഇത് കണ്ട് മറ്റുള്ളവരെല്ലാം ചിരിക്കുകയാണ്. എന്നുവെച്ചാൽ ഒരു റൂം ബുക്ക് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ജുക്കിബ എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മുടെ 626 ഒരു പെറ്റ് ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. എന്നതിന് ശേഷം കാണിക്കും നമ്മുടെ ജുക്കിബനെയും പ്ലീക്ലിനെയുമാണ്. അവർക്കായി കൊടുത്തിട്ടുള്ള റൂമിലെത്തി. എന്നതിന് ശേഷം നമ്മുടെ ജുക്കിബക്കാണെങ്കിലും മനുഷ്യന്മാർ ഒട്ടും പിടിക്കില്ല. നമ്മുടെ ജുക്കിബ എന്ത് ചെയ്തു, കയ്യിലുള്ള ഒരു പോർട്ടൽ ഗൺ എടുത്ത് പോർട്ടൽ ഉണ്ടാക്കി നമ്മുടെ 626നെ പിടിക്കാൻ പോകുമ്പോഴാണ് നമ്മുടെ പ്ലീക്ലി ഒരു കാര്യം പറയുന്നത്. നമ്മുടെ ലീഡർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരിക്കലും മനുഷ്യന്മാർക്ക് ഡൗട്ട് വരുന്ന രീതിയിൽ ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്ന്. ഇത് കണ്ട് ദേഷ്യം നമ്മുടെ ജുക്കിബ അവൻ്റെ ക്ലോണിംഗ് ഡിവൈസ് ഓഫാക്കി പ്ലീക്ലിയുടെ യഥാർത്ഥ രൂപം മനുഷ്യന് കാട്ടിക്കൊടുക്കുകയാണ്.
ജുക്യുബയ്ക്കാണെങ്കിലോ മനുഷ്യന്മാരെയും പറ്റുന്നില്ല. അതേപോലെ നമ്മുടെ ലീഡർ പറഞ്ഞു കൊടുത്ത് ഒരു റൂളും അവൻ അനുസരിക്കുന്നില്ല. അപ്പോഴാണ് ഒരു റിസപ്ഷനിൽ ന്യൂസ് ഓടുന്നത്, ഇതേപോലെ കാണാൻ വ്യത്യസ്ത തരത്തിലുള്ള ജീവി വന്ന് ഒരു കല്യാണ പരിപാടിയിൽ കൊള്ളാക്കിയിട്ടുണ്ടെന്ന്. ഇത് കേട്ട് നമ്മുടെ ജുക്യുബക്ക് ഉറപ്പായി അത് നമ്മുടെ 626 ആണെന്ന്. ശേഷം ഒരു ബീച്ച് കാണിക്കുകയാണ്. ആ ബീച്ചിലോട്ടാണ് നമ്മുടെ ടൂട്ടു മുത്തശ്ശിയും നമ്മുടെ ലീലോവും വന്നിരിക്കുന്നത്. അപ്പോൾ ലീലോ മുത്തശ്ശിയോട് ചോദിക്കുകയാണ്, ഇവിടെ അടുത്തൊരു ആനിമൽ ഷോപ്പ് ഉണ്ട്, അവിടെ ഞാൻ ഒന്ന് നോക്കിക്കോട്ടെ എന്ന്. അപ്പോൾ ടൂട്ടു മുത്തശ്ശി കയ്യിൽ പെപ്പർ സ്പ്രേ കൊടുത്തിട്ട് പറയുന്നത്, നിന്നെ ആരെങ്കിലും ഉദ്ദേശിച്ചത് അവൻ്റെ കണ്ണിക്ക് അടിക്കുമെന്നും. ശേഷം കാണിക്കുന്ന നമ്മുടെ 626 അവൻ ഉറങ്ങി അടിക്കുമ്പോൾ ഒരു കൂട്ടിനുള്ളിലാണ്. നോക്കുമ്പോൾ എല്ലാവരും ഓരോ കൂട്ടിനുള്ളിൽ അടച്ചിട്ടിരിക്കുന്നു. അവൻ എല്ലാവരും സംസാരിക്കാൻ വേണ്ടി എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇത് മനസ്സിലാത്ത നായ്ക്കളാണെങ്കിൽ കുരച്ചപ്പോൾ അവന് പേടിയായി. അവൻ അതൊന്ന് പുറത്ത് വരികയാണ്. ഇത് കണ്ട നായ്ക്കൾ പേടിച്ച് അവിടെ മിണ്ടാണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലീലോ പെറ്റ് ഷോപ്പിൻ്റെ അകത്ത് കയറുമ്പോഴേക്കും അവിടുത്തെ റിസപ്ഷൻ മുട്ടായൊക്കെ വാങ്ങി വെച്ചു. എന്നതിന് ശേഷം നമ്മുടെ 626 അവിടെ നിന്ന് കേക്ക് കഴിക്കുമ്പോൾ ഇത് നമ്മുടെ പ്ലീക്ലിയും ജുക്കിബിയും കാണുകയാണ്. അപ്പോൾ പ്ലീക്ലിയും ജുക്കിബിയും അതിനെതിരെ വെടി വെക്കുമ്പോഴാണ് പ്ലീക്ലി ഒരു കാര്യം വന്നത്, ഈ ബുള്ളറ്റ് എങ്ങാനും മനുഷ്യന്മാരുടെ ഇടയിൽ പെട്ടാൽ നമ്മുടെ ലീഡറിനെ അതിനെ കൊന്നു കളയുമെന്ന്. ഇത് നമ്മുടെ 626 കേൾക്കുകയാണ്. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് മനുഷ്യന്മാരുടെ കൂടെ ഉണ്ടെങ്കിൽ ഈ പ്ലീക്ലിയും ജുക്കിബിയും നമ്മളെ ചുടില്ല എന്ന്. നമ്മുടെ 626 തിരിച്ച് ആ പെറ്റ് ഷോപ്പിലേക്ക് തന്നെ പോവുകയാണ്. ഇപ്പോഴാണ് കറക്റ്റ് നമ്മുടെ ലീലോ എൻട്രി കൊടുക്കുന്നത്. ലീലോ അവിടുത്തെ പട്ടിക്കുട്ടികളുടെ പേരെല്ലാം അറിയാം. അപ്പോൾ ഈ 626 വിചാരിച്ചു അവൾ ഏതെങ്കിലും മൃഗത്തെ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണെന്ന്. അപ്പോൾ അവളുടെ മുമ്പിൽ ഇവനെ ഒരു പട്ടിക്കുട്ടി പോലെ ആക്കാൻ വേണ്ടി അവൻ്റെ 4 കൈയിൽ 2 കൈ ഉള്ളിലോട്ട് വലിച്ച് അവൻ്റെ തലയിലത്തെ ആൻറ്റിനെ പോലത്തെ സാധനം ഉള്ളിലേക്ക് വലിച്ച് ഒരു നായ്ക്കുട്ടി പോലെ അഭിനയിക്കുകയാണ്. ഇത് കണ്ട നമ്മുടെ ലീലോ അതിനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ടൂട്ടു മുത്തശ്ശി അവിടെ വരുന്നത്. എന്നാൽ ടൂട്ടു മുത്തശ്ശിൻ്റെ അടുത്ത് പറയുകയാണ്, ഇത് എൻ്റെ അടുത്ത് സംസാരിച്ചു എന്ന്. മുത്തശ്ശി പറഞ്ഞു, നായി ഒരിക്കലും സംസാരിക്കൂല എന്ന്. കറക്റ്റ് ആ ടൈമിലാണ് നമ്മുടെ 626 ഹായ് കാണിക്കാൻ പറ്റുന്നത്. അപ്പോൾ അവനെ തന്നെ കണ്ടുള്ള ഇതൊരു നായിനെ പോലെ അവളുടെ കൂടെ കളിക്കുകയാണ്. 626 അവളെ ഇഷ്ടപ്പെട്ടു, ക്കും അവനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നിട്ട് നമ്മുടെ ടൂട്ടു മുത്തശ്ശി അതിനെ അഡോപ്റ്റ് ചെയ്ത് കൊണ്ടുവരികയാണ്. അപ്പോഴാണ് നമ്മുടെ ഞാനി പറഞ്ഞ് ഉള്ള പ്രശ്നത്തിൽ ഇത് വേറെയാണോ എന്ന്. അപ്പോഴാണ് നമ്മുടെ മുത്തശ്ശി പറഞ്ഞ്, നീ ഒന്ന് അവളെ നോക്കിക്കുക, അവൾ എത്ര സന്തോഷവതിയാണ്, നീ ഇതൊന്നും മൈൻഡ് ആക്കണ്ട, വെറുതെ വിടെന്ന് പറയുകയാണ്. അപ്പോൾ അവൾ അത് വെച്ചോട്ടെ എന്ന്. അപ്പോൾ നമ്മുടെ ഞാനി പറയാണ്, ഞാനിക്ക് വേറെ വഴിയെടുത്തിട്ട് ഞാനി പറയാണ്, ഇന്ന് ഒരൊറ്റ ദിവസം മാത്രം ഇതിനിവിടെ വെക്കുള്ളൂ, നാളെ തിരിച്ചു കൊണ്ട് കൊടുക്കുന്നു. അതിന് തന്നെ നമ്മുടെ നീല ഭയങ്കര സന്തോഷപ്പെടുകയാണ്. ഇവിടെ ഒരു ഏജന്റിനെ കാണിക്കുകയാണ്, കോബ്ര ബബിൾസ് എന്ന് പറഞ്ഞിട്ട്. വന്നിരിക്കുന്നതാവട്ടെ കറക്റ്റ് നമ്മുടെ 626 വീണ സ്പേസ്ഷിപ്പിൻ്റെ അടുത്തേക്കാണ്. അവൻ പറയുന്നത് ഇവിടെ എന്തോ വന്ന് വീണിട്ടുണ്ട് എന്ന്. കറക്റ്റ് ആ ടൈമിലാണ് ആ പെറ്റ് ഷോപ്പ് ഓണർ വന്നിട്ട് ഇതുപോലത്തെ ഒരു ജീവി കിട്ടിയിട്ടുണ്ട്, അത് അഡോപ്റ്റ് ചെയ്ത് നമ്മുടെ നീലു വേണം പറഞ്ഞിട്ട് അവളുടെ അഡ്രസ്സ് എല്ലാം കൊടുക്കുന്നത്. ശേഷം ഇവിടെ നേരെ കാണിക്കുന്നത് നമ്മുടെ ടൂട്ടു മുത്തശ്ശിയും ലീലോവും ആ 626 അവിടെ ഒരു ക്യാൻഡി ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണ്. എന്നിട്ട് മുത്തശ്ശി പറയുന്നത് ഇവിടെ തന്നെ ഇരിക്കുന്ന എപ്പോൾ വരാമെന്ന്. ആ സമയത്താണ് അവളെ ഡാൻസ് ഗ്രൂപ്പിൽ തള്ളിയിട്ട് 2 പെൺകുട്ടികൾ വരുന്നത്. എന്നിട്ട് അവളെ ഉപദ്രവിക്കുകയാണ്. ഇത് കണ്ട് നമ്മുടെ 626 ദേഷ്യം വന്ന് അവളുടെ ടോയ് കാറിനെ എടുത്ത് നമ്മളെ ലീലോലിയും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. ടോയ് കാറാണ്, എന്നാലും മാക്സിമം സ്പീഡിൽ അവിടെ നിന്ന് ഇങ്ങനെ പോയി കറക്റ്റ് ആ മലൻ്റെ അറ്റത്തെത്തിയുള്ള ഡ്രിഫ്റ്റെല്ലാം അടിച്ചവിടെ നിർത്തി. അതിൻ്റെ മുകളിൽ നിന്ന് നമ്മുടെ 626 നോക്കുമ്പോൾ ഫുള്ള് വെള്ളമാണെന്ന് കണ്ട് അവൻ ഷോക്ക് ചെയ്ത് കിടക്കുകയാണ്. ഇത് കണ്ട് നമ്മുടെ ലീലോ ചോദിക്കുന്നത് അവനെ വെള്ളം ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അവനെ കടലിൽ കൊണ്ട് കളിപ്പിക്കുകയാണ്. അവൻ കടലിൻ്റെ കരയിൽ മാത്രമേ കളിക്കുന്നുള്ളൂ, വെള്ളത്തിൽ കളിക്കുന്നില്ല. ഇത് കണ്ട് നമ്മുടെ ലീലോ അവനെ വലിച്ച് വെള്ളത്തിലേക്ക് ഇടാൻ പോവുകയാണ്. ഇതിൽ നമ്മുടെ ലീലോയും വളരെ കുറുമ്പാണ്. അതേപോലെ നമ്മുടെ 626 പറയേ വേണ്ട, അവർ രണ്ടുള്ള അവിടെ ഇരുന്ന് അട്ടിമറിക്കുകയാണ്, അവർ വികൃതി കൊണ്ട് ഉല്ലസിക്കുകയാണ്. 2 പേരെയും കൊണ്ട് നമ്മുടെ ഞാനി വണ്ടിയിൽ പോകുമ്പോഴാണ് ഞാനിൻ്റെ വണ്ടിയിൽ സീഡി എടുത്ത് പുറത്തെറിയുന്നത്. അങ്ങനെ ഞാനിൻ്റെ സീറ്റ് കവർ കയറുമ്പോൾ ഞാനി പറഞ്ഞ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ലീലോ അതിന് സ്റ്റിച്ചെന്ന് പേര് വെക്കുകയാണ്. ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് പോകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ജുക്കിബാനിയും പ്ലീക്ലിനെയും അവർ ഇടിക്കുകയാണ്. എന്നിട്ട് അവരുടെ അടുത്ത് സോറി പറയുമ്പോൾ നമ്മുടെ ജുക്കിബ നമ്മുടെ 626 കണ്ട് സന്തോഷം കൊണ്ട് അവരിന് പോകാൻ അനുവദിക്കുന്നു. അതിനുശേഷം അവരുടെ കാറിനിടയിൽ GPS പോലത്തെ ഒരു സാധനം ഒട്ടിച്ച് വിടുകയാണ്. നമ്മുടെ ലീലോനെയും ആ 626 അവൾ പണിയെടുക്കുന്ന സ്ഥലത്ത് കൊണ്ടുവരികയാണ്. അതിനുശേഷം 626 അവിടെ നിന്ന് ഭയങ്കര വികൃതിയാണ്, ഉദാലത്ത് മിണ്ടാണ്ട് ഒതുങ്ങി നിൽക്കുന്നില്ല. ഇത് കണ്ട് അവനെ ഷൗട്ട് ചെയ്യുമ്പോഴാണ് ഞാനിൻ്റെ ബോസ് ഞാനി എന്ന് വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ വേഗം അങ്ങോട്ടേക്ക് പോവുകയാണ്. ആ ടൈമിലാണ് നമ്മുടെ ടൂട്ടു മുത്തശ്ശിൻ്റെ പേരക്കുട്ടിയായ ഡേവിഡ് അങ്ങോട്ടേക്ക് വരുന്നത്. ഡേവിഡ് ലീലോൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നിൻ്റെ ചേച്ചി ഞാൻ വളരെ സങ്കടത്തിലിരിക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ലീലോ പറയുകയാണ്, ഞാൻ ഈ നായ്ക്കുട്ടീനെ അഡോപ്റ്റ് ചെയ്തത് കൊണ്ടായിരിക്കാമെന്ന്. അതിനുശേഷം കുറച്ച് ടൈം കഴിഞ്ഞിട്ട് നമ്മുടെ 626 ആണെങ്കിൽ ലീലോനെ വെള്ളത്തിൽ കളിക്കാൻ വിളിക്കുകയാണ്. പക്ഷെ അവൾ വരുന്നില്ല. പക്ഷേ അവളുടെ മുഖത്തേക്ക് വെള്ളം അടിച്ചപ്പോൾ തിരിച്ച് 626 മുഖത്തടിക്കുക. അങ്ങനെ അവൾ 2 പേരും അവിടെ ഭയങ്കര വികൃതിയൊക്കെ കാട്ടി വെക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് ടൈം കഴിഞ്ഞ് രാത്രിയായതും അവിടെ ഒരു ഫയർ ഷോ നടക്കുകയാണ്. ഇത് കണ്ട നമ്മുടെ 626 ഒരു ആഗ്രഹം അതേപോലെ ചെയ്യാൻ. എന്നിട്ട് അവൻ ഇതേപോലെ 2 വടിയെടുത്ത് ഇങ്ങനെ ഒരു വടി മേലേക്ക് എറിഞ്ഞതും അവിടെ ചെറിയൊരു ഫയർ ആക്സിഡൻറ്റ് തന്നെ ആവുകയാണ്. ഇതുകൊണ്ട് തന്നെ നമ്മുടെ ഞാനിയുടെ പണി അവിടെ നിന്ന് പോവുകയാണ്. തീ അണയ്ക്കാൻ വേണ്ടി നമ്മുടെ ഞാനിയുടെ ബോസിൻ്റെ മുഖത്തിനടുത്ത് വെള്ളം ഒഴിക്കുകയാണ്. ഇതൊക്കെ കണ്ട് ബോസിന് ദേഷ്യം വന്ന് ബോസ് ഞാനി എന്ത് ചെയ്യാണ്, പണിയെന്ന് അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ്. നമ്മുടെ നീല ഭയങ്കര വിഷമിച്ചിരിക്കുമ്പോഴാണ് എന്നെക്കാരനിൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വിഷമിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഞാനി വണ്ടി സ്റ്റാർട്ടാക്കുമ്പോൾ എപ്പോഴും പോലെ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. ഈ ടൈമിലാണ് നമ്മുടെ ജുക്കിബാക്ക്
നമ്മുടെ ലീഡർ ഫോൺ വിളിക്കുന്നത്. ലീഡർ പറയുകയാണ്, നിങ്ങൾ പോയിട്ട് 24 മണിക്കൂർ എന്താടാ കാട്ടുന്നത്, ഇതുവരെ അവർ കണ്ടുപിടിച്ചില്ലേ എന്ന്. അപ്പോൾ ജുക്കിബോ പറയുകയാണ്, ഞാൻ കണ്ടുപിടിക്കാം. ജുക്കിബോ വണ്ടി ഓട്ടാൻ അറിയാതെ എന്തൊക്കെയോ ചെയ്ത് വണ്ടി ഇടിച്ചതും ആ ഫോൺ കോൾ അങ്ങോട്ട് കട്ടാവുകയാണ്. എന്നതിന് ശേഷം ഞാനിയും ലീലോയും 66ഉം വീട്ടിലേക്ക് എത്തുകയാണ്. വീട്ടിലേക്ക് എത്തിയിട്ടും ഈ 66 ഒതുങ്ങുന്നില്ല, ഭയങ്കര വികൃതിയാണ്. ഈ ടൈമിലാണ് നമ്മുടെ ഏജൻറ്റ് കോബ്ര ആ വീട്ടിനുള്ളിൽ സീക്രട്ട് മൈക്ക് വെച്ചിട്ട് ഇവർ എന്താണ് സംസാരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ ലീലോനെ ഇതിനെ കുളിപ്പിക്കാൻ വേണ്ടി നോക്കുമ്പോൾ കുളിക്കില്ല എന്ന് പറഞ്ഞ് വീട്ടിന് പുറത്തുനിന്ന് ഫുൾ അട്ടഹസിക്കുകയാണ്. 66 ഒന്നും ഒതുങ്ങുന്നില്ല, അവൻ ഭയങ്കര വികൃതി കാണിക്കുകയാണ്. അവൻ കാണിക്കുന്ന വികൃതിക്കൊക്കെ ഈ നാനിയാണ് അവനെ നിർത്തുന്നത്. എന്നിട്ട് ഞാനീ പറയുന്നത്, ആദ്യം രാവിലെ പോയ പാടന്നെ ഇതിനെന്ത് ചെയ്യണം, ആ പെറ്റ് ഷോപ്പിൽ തന്നെ തിരിച്ച് കൊടുക്കണം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ലീല ഇങ്ങനെ വളരെ സങ്കടത്തോടെ നോക്കുകയാണ്. നമ്മൾ കുടുംബത്തിലുള്ള ഒരാളെ നമ്മൾ വിട്ടുവെക്കും, നമ്മൾ അച്ഛനും അമ്മയും പണ്ടിൽ വരുമ്പോൾ ഞാൻ ദേഷ്യത്തിൽ പറയുകയാണ്, നമ്മൾ അച്ഛനും അമ്മയും തന്നെ നമ്മളെ വിട്ടിട്ട് പോയി, പിന്നെന്താണ് അവർ പറഞ്ഞത് ഇങ്ങനെ കേട്ടിട്ടിരിക്കുന്നത്, നമ്മളെ ഫസ്റ്റ് ഞാൻ രാവിലെ പോയ പാട് ഇതിനെ കൊണ്ട് കൊടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ അവൾ അവിടെ നിന്ന് പോവുകയാണ്. നമ്മുടെ ഞാൻ ലീലടുത്ത് പറയുന്നത്, ഇതൊക്കെ നീ മനസ്സിലാക്കണമെന്ന്. എന്നതിന് ശേഷം ഏജൻറ്റ് കോബ്രയെ കാണിക്കണം. ഏജൻറ്റ് കോബ്ര ഇതൊക്കെ കേട്ടിട്ട് ആ ഹെഡ്ഫോൺ അങ്ങോട്ട് ഊരി വെക്കുകയാണ്. എന്നതിന് ശേഷം നമ്മുടെ ലീലോനെയും 66നെയും കാണിക്കുകയാണ്. ഇവർ രണ്ടാളും അങ്ങോട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നിട്ടും അവനൊന്നും ഒതുങ്ങുന്നില്ല. എന്നിട്ട് നമ്മുടെ ലീലു ഇങ്ങനെ പറയുന്നു, ഒന്നും ഒതുങ്ങടന്ന്. ഇത് അവിടെ ഉള്ളൊരു മാല അവനെ കഴിച്ചിട്ടപ്പോൾ നല്ല സൈലൻ്റ് ആവുകയാണ്. ഇത് കണ്ട് ലീലു എന്നെ ഞെട്ടിപ്പോയി. എന്നതിന് ശേഷം ലീലു ഒരു ആൽബം തുറന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ഇതാണ് നാനി വളരെ അടിപൊളി സർഫ് ചെയ്യും, ഈ ചെറിയ കുട്ടിയാണ് ഞാൻ, ഇതാണ് എൻ്റെ അച്ഛനും അമ്മയും, നിനക്ക് ഫാമിലി ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. ലീലോ പറയാണ്, ഫാമിലി എന്ന് പറയുമ്പോൾ നമ്മളെ വളരെ സ്നേഹിക്കുന്നവരായിരിക്കും, ഒരിക്കലും വെറുക്കില്ല എന്ന്. അപ്പോൾ നമ്മുടെ 66 പറയാണ്, പിച്ചും ബേക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറയണേ എനിക്ക് ഫാമിലി ഇല്ല എന്ന്. എന്നിട്ട് അവിടെയുള്ള ഒരു ആൽബത്തിൽ തൊടുകയാണ്. എന്താണ് അതെന്ന് പറയുമ്പോൾ അവളുടെ ട്രൈബ് ഡാൻസായ ആ ഡാൻസ് കളിക്കുമ്പോൾ നമ്മുടെ 66ഉം അതേപോലെ കളിക്കുകയാണ്. എന്നിട്ടാണ് നമ്മുടെ 66 വിചാരിക്കുന്നത്, എന്നെ എല്ലാവരും വെറുക്കുമ്പോൾ ഇവൾ മാത്രം എന്നെ ഇത്രയും സ്നേഹിക്കുന്നു എന്ന്. ഇതൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ 66ന് ലീലോനെ വിട്ടുപിരിയാൻ മനസ്സില്ല. എന്നതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ കാണിക്കുകയാണ്. രാവിലെ തന്നെ നമ്മുടെ ലീലോ പഴയ കേടായ റെക്കോർഡ് പ്ലെയർ എടുത്ത് നമ്മുടെ 66ന് കൊടുക്കുകയാണ്. എന്നിട്ട് 66ൻ്റെ നഖം അതിൽ വെച്ചതും അവൻ്റെ വായിലൂടെ സൗണ്ട് വരികയാണ്. ഇത് കണ്ട് ഇതൊന്നും നോക്കാൻ നേരമില്ല. ഞാൻ അവളുടെ ജോബിനായിട്ടുള്ള ഇത് സെർച്ചിങ് തുടങ്ങുകയാണ്. കറക്റ്റ് നാനി, ലീലോ, അതേപോലെ നമ്മുടെ സ്റ്റിച്ച് അല്ലെങ്കിൽ 66 ഇവർ മൂന്നാൾ പുറത്തിറങ്ങുന്ന ടൈമിലാണ് കറക്റ്റ് നമ്മളെ ഏജൻറ്റ് കോബ്രയും അതേപോലെ ആ ഓഫനേജ് ലേഡിയും വരുന്നത്. എന്നിട്ട് നമ്മുടെ ഏജൻറ്റ് കോബ്ര നമ്മുടെ 66നോട് കളിക്കാൻ പോകുന്ന പോലെ പോവുകയാണ്. എന്നിട്ട് നമ്മുടെ ഓഫനേജ് ലേഡി പറയുന്നത്, എന്താണ് നീ കാട്ടിക്കുന്നത്, നമ്മുടെ ലീലോൻ്റെ കാര്യം ഹയർ ഓഫീസർ അറിഞ്ഞു. അപ്പോഴാണ് നമ്മുടെ ഏജൻറ്റ് കോബ്ര 66ൻ്റെ തലയിൽ നിന്നൊരു മുടി എടുക്കുന്നത്, അവൻ ഏരിയണമെന്ന് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നതിന് ശേഷം നമ്മുടെ ഞാൻ പറയണമെങ്കിൽ പോകാൻ ടൈം, എനിക്കവിടെ ജോബ് ഒക്കെ ഉണ്ട് പറഞ്ഞിട്ട് ലീലോനെയും 66നെയും കൂട്ടിയിട്ട് പോവുകയാണ്. ഈ ടൈമിലാണ് നമ്മുടെ ജുക്കിബിയും പ്ലീക്കിലിയും ഇവർ കാറ് പോകുന്നത് കണ്ടിട്ട് ഇവർ രണ്ടും ഈ കാറിനെ ഫോളോ ചെയ്ത് പോവുകയാണ്. എന്നതിന് ശേഷം നമ്മുടെ ഞാനി ഒരു ടേബിളിൽ കൊണ്ട് നമ്മുടെ 66നെ തിരിച്ച്, പൊന്നു മക്കളെ ചേച്ചി പണിക്ക് പോയിട്ട് അതൊരു ഒരു ശല്യം ഉണ്ടാക്കണം പറയുമ്പോഴാണ് നമ്മുടെ 66 ഒതുങ്ങുന്നില്ല, അവൻ വികൃതി കാണിക്കുമ്പോഴാണ് നമ്മുടെ ലീലോ ഒരു ബോർഡ് എടുത്ത് വന്ന് എങ്ങനെ മിണ്ടാതിരിക്കാവുന്ന ക്ലാസ്, നല്ല പെറ്റിയ ആളാണ് ക്ലാസ് എടുക്കുന്നത്. എന്നതിന് ശേഷം ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ 66 എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിയാണ്, പക്ഷേ അവന് കുട്ടികളുടെ മനസ്സായതുകൊണ്ട് അവൾ ഒതുങ്ങിയിരിക്കില്ല. അപ്പോൾ ഇവർ രണ്ടാളുടെ ഈ കുസൃതികാരൻ തന്നെ അവൾ പോയവിടെ എല്ലാ സ്ഥലത്തുനിന്നും ഇവളുടെ പണി ഇന്ന് ഒഴിവാക്കി വിടുകയാണ്. ഇതുകൊണ്ട് വിഷമിച്ചിരിക്കുമ്പോൾ അവളുടെ കയ്യിലൊരു നോട്ടീസ് കിട്ടുന്നത്. ആ നോട്ടീസിൽ പറയുന്നത് സർഫിങ്ങിന് ഒരു ട്യൂട്ടറിനെ വേണമെന്നാണ്. ഇവൾക്കാണെങ്കിൽ ഭയങ്കര അടിപൊളിയായിട്ട് സർഫ് ചെയ്യാൻ അറിയാം. അപ്പോൾ ഇവൾ എന്തുകൊണ്ട് ആ ജോബിൽ അർഹതയാണെന്ന് തോന്നി അവൾ ആ ജോബിൽ ജോയിൻ ചെയ്യുകയാണ്. അതിനുശേഷം മറ്റുള്ളവർക്ക് എങ്ങനെ സർഫ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇതൊക്കെ കണ്ട് നമ്മുടെ 66 അത്ഭുതപ്പെട്ട് ഇരിക്കുമ്പോഴാണ് നമ്മുടെ നീലോയും ഡേവിഡും കൂടി സർഫ് ചെയ്ത് പോകുന്നത്. ഈ ടൈമിലാണ് ഒരാൾ തൻ്റെ പട്ടീനെയും കൂട്ടി സർഫ് ചെയ്യുന്നത്. ഇത് കണ്ട് നമ്മുടെ 66 സർഫ് ചെയ്യാൻ തോന്നി. അതിനുശേഷം നീലോ, നാനി, 66 ഇവർ മൂന്നോളം സർഫ് ചെയ്ത് പോവുകയാണ്. ഈ ടൈമിലാണ് നമ്മൾ ഏജൻറ്റ് കോബ്രനെ കാണിക്കുന്നത്. ഏജൻറ്റ് കോബ്ര പറയുകയാണ്, ഇവരിൻ്റെ ബാക്കിൽ തന്നെ വേറെ ആരും കൂടി വരുന്നത്, ഇവരെ വേറെ ആരോ ഫോളോ ചെയ്യേണ്ടതെന്നൊക്കെ. കറക്റ്റ് ആ ടൈമിലാണ് ഇവർ ബാക്കിലേക്ക് നോക്കുമ്പോഴാണ് നമ്മുടെ ജംബ, ജുക്കിബിയും പ്ലീക്കിലിയും ഇവരെ വെടിവെക്കാൻ വേണ്ടി നിൽക്കുകയാണ്. എന്നിട്ട് ഇവർ നമ്മളെ 66നെ വെടിവെക്കുമ്പോൾ നമ്മുടെ ഞാനിൻ്റെ ബാലൻസ് തെറ്റി ഇവർ മൂന്നാളും സർഫ് ബോർഡിൽ നിന്ന് തെന്നി വീണ് വെള്ളത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ 66 വള്ളം തട്ടിന്ന് വെയിറ്റ് കൂടി താഴോട്ട് പോകുമ്പോൾ നമ്മുടെ ലീലു അതിനെ പിടിക്കുകയാണ്. എന്നിട്ട് ലീലു മുങ്ങുന്ന സമയത്താണ് ഞാൻ ഈ 66നെ ചവിട്ടിക്കൊണ്ട് നമ്മൾ നീലുവിനെ രക്ഷപ്പെടുത്തുന്നത്. നമ്മുടെ ഡേവിഡും കടലിലേക്ക് എടുത്തു ചാടി നമ്മുടെ 66നെ രക്ഷപ്പെടുത്തി. ഈ ടൈമിലാണ് നമ്മുടെ ഏജൻറ്റ് കോബ്രയ്ക്ക് ഫോൺ കോൾ വരുന്നത്. ആ ഫോൺ കോളിൽ പറയുന്നത് എന്താ വെച്ചാൽ ആ മുടി നമ്മൾ കൺഫേം ചെയ്തു, അത് ഏലിയൻ തന്നെയാണ് എന്നാണ്. കറക്റ്റ് ഈ ടൈമിൽ നമ്മുടെ നീലോ വെള്ളം തുപ്പി രക്ഷപ്പെടുകയാണ്. അതിന് ശേഷം അവളെ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴാണ് ഡോക്ടർ വന്ന് പറയുകയാണ്, നിങ്ങൾ കറക്റ്റ് ടൈമിൽ കൊണ്ടുവന്നത് കൊണ്ട് ലീലോയ്ക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, ലീലോ സേഫാണെന്ന്. ഇത്ര തുക ബില്ല് വന്നിട്ടുണ്ട്, അത് എന്തായാലും നിങ്ങൾ അടച്ചതിന് ശേഷം ലീലോനെ ഡിസ്ചാർജ് ആക്കിക്കോളൂ എന്ന്. ഈ ടൈമിലാണ് നമ്മുടെ ഓഫനേജ് ലേഡി വരുന്നത്. ഓഫനേജ് ലേഡി വന്ന് ഞാൻ വളരെ വഴക്ക് പറയുകയാണ്, ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞല്ലേ മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കാൻ, നീ എന്താ അങ്ങനെ ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് നീ ഇനി ലീലോയെ ഹൈയർ ഓഫീസർക്ക് കാരണം നീ ഞങ്ങളുടെ ഓഫനേജിൽ തന്നോ, ഞങ്ങൾ വളരെ
ഭദ്രമായി അവളെ നോക്കിക്കോളാം, നീ ഒന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കുക എന്ന് പറയുകയാണ്. എനിക്ക് വളരെ വിഷമമാകുന്നുണ്ട്, പക്ഷെ ഞാൻ ആലോചിച്ചിട്ട് പറയാമെന്ന് പറയുകയാണ്. എന്നതിന് ശേഷം നമ്മുടെ പ്ലീക്ലിയും ജുക്കിബാനിയും കാണിക്കുകയാണ്. ഇവർ പറയുകയാണ് എങ്ങനെയാണ് ആ സിസ്റ്റർ നമ്മുടെ നിന്ന് രക്ഷപ്പെടുന്നത് അറിയില്ല. കറക്റ്റ് ഈ ടൈമിൽ നമ്മുടെ ലീഡർ ഫോൺ കോൾ വിളിക്കണം. എന്താടാ മണ്ടന്മാരെ കാണിക്കുന്നത്, നമ്മുടെ മനുഷ്യന്മാർക്ക് വരെ അറിഞ്ഞു നമ്മൾ ഏലിയന്മാരുള്ളത്, ഇനി നീ വേഗിപ്പിക്കണം, ഞാൻ വേറെ ആൾക്കാരെ വിട്ട് സിസ്റ്റർ പിടിച്ചോളാം, നീ ജുഗിബാനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാ പ്ലീക്ലി എന്ന് പറയുകയാണ്. പ്ലീക്ലിയും ഓക്കെ എന്ന് പറയുകയാണ്. എന്നതിന് ശേഷം പ്ലീക്ലി ജുഗിബാനെ അറസ്റ്റ് ചെയ്യാൻ പോണ സമയത്താണ് ജുഗിബ തൻ്റെ പോർട്ടൽ കണ്ണെടുത്ത് പ്ലീക്ലിയെ ഒരു പോർട്ടിനുള്ളിൽ തള്ളിയിടുന്നത്. അവൻ്റെ അടുത്ത് രക്ഷപ്പെടുകയാണ്. അതിനുശേഷം നമ്മുടെ നാനിയുടെ വീട് കാണിക്കുകയാണ്. അവിടെ നാനി വന്ന് നീലോയ്ക്ക് ഇഷ്ടമുള്ള പിസ്സ ഉണ്ടാക്കി കൊടുത്തിട്ട് നീലിനോട് സംസാരിക്കാൻ തുടങ്ങിയാണ്. നീലിൻ്റെ അടുത്ത് അവൾ ഡയറക്റ്റായി പറയേണ്ട അവൾ ഇൻഡയറക്റ്റായി പറയുകയാണ്, നമ്മൾ ഒരിക്കൽ സർഫിംഗ് ക്യാമ്പിങ്ങിൽ പോയത് എനിക്ക് ഓർമ്മയുണ്ടോ, ഞാൻ കടലിൻ്റെ ഉള്ളിലും നീ കരയിലും, പക്ഷെ നമ്മൾക്ക് അവിടെ സംസാരിക്കാനൊക്കെ പറ്റുമായിരുന്നു, പക്ഷെ നമ്മൾ ഒരാൾക്കും ഒന്നിച്ചിരിക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ ഇത് കേട്ട് നമ്മുടെ ലീലോ ചോദിക്കുകയാണ്, നീ പിന്നെയും ആ സർഫിംഗ് ക്യാമ്പിലേക്ക് പോകാൻ പോവുകയാണോ അതിനെ തനിച്ചാക്കിയിട്ട് എന്ന്. ഇത് കേട്ട് നമ്മുടെ ഞാനിക്ക് വളരെ സങ്കടമാവുന്നുണ്ട്. അവളൊന്നും മിണ്ടാണ്ട് അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം അതിൻ്റെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ അവരെല്ലാവരും ഒത്തുകൂടുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അതിനുശേഷം അവിടെ നിന്ന് നമ്മുടെ ലീലോ പറയുകയാണ്, നമ്മുടെ അച്ഛനമ്മമാരുണ്ടായിരുന്നപ്പോൾ നമ്മൾ വളരെ സന്തോഷമായിരുന്നു അല്ലേ, എന്ത് തന്നെ ഞാൻ നിൻ്റെ കൂടെ വഴക്കിട്ടാലും നീ എന്നെ സ്വന്തം അമ്മയെ പോലെയാണ് നോക്കുന്നത് എന്ന്, എനിക്ക് വേണ്ടി നീ ഒരു പാട്ട് പാടിത്തരുമോ എന്ന് പറയുകയാണ്. പക്ഷെ അവളും ഞാനും വളരെ സങ്കടത്തോടെ നാളെ രാവിലെ ഇവളെ പിരിയണ്ടേ എന്ന് മനസ്സിനുള്ളിൽ വേദനിച്ചൊരു പാട്ട് പാടുകയാണ്. ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ സിസ്റ്റർ വിചാരിക്കുകയാണ്, ഞാൻ വന്നതുകൊണ്ടല്ലേ നന്നായിട്ട് ജീവിച്ച ഈ കുടുംബത്തിൽ ഞാനല്ലേ നശിപ്പിച്ചതെന്ന് കുറ്റബോധത്തോടു കൂടി നമ്മുടെ സിസ്റ്റർ തിരിച്ച് ആ പെറ്റ് ഷോപ്പിലേക്ക് തന്നെ പോവുകയാണ്. ഇതൊന്നും അറിയാണ്ട് നമ്മുടെ ലീലോ നമ്മുടെ ഞാനിയുടെ മടിയിൽ തന്നെ കിടന്നുറങ്ങുകയാണ്. എന്നിട്ട് നമ്മുടെ പെറ്റ് ഷോപ്പിനെ കാണിക്കുന്നു. അവൻ ഫസ്റ്റ് ഇരുന്ന കൂട്ടിൽ തന്നെ തിരിച്ച് നമ്മുടെ സിസ്റ്റർ കയറുകയാണ്. എന്നതിന് ശേഷം കാണിക്കുന്നത് പിറ്റേസ് രാവിലെയാണ്. പിറ്റേസ് രാവിലെ തന്നെ നമ്മുടെ ഞാനിയുടെ വീട്ടിന് മുമ്പത്ത് ആ ഓഫനേജ് ലേഡിയും അതേപോലെ ഏജൻറ്റ് കോബ്രയും ഉണ്ട്. അപ്പോൾ ഇവൾ എങ്ങനെയാണ് ഇത് ലീലോൻ്റെ അടുത്ത് പറയുന്നത് വിഷമിച്ച് പോകുമ്പോൾ അവിടുത്തെ ഓഫനേജ് ലേഡി പറഞ്ഞു എന്തായാലും പറഞ്ഞു. അപ്പോൾ രണ്ടും കൽപ്പിച്ച് അവളെ റൂം തുറന്നു. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ലീലോനെ കാണാനില്ല. ലീലോ നമ്മുടെ രാവിലെ തന്നെ നമ്മുടെ സ്റ്റിച്ചിനെ കാണാനില്ല. സ്റ്റിച്ചിനെ തപ്പി നേരെ ആ പെറ്റ് ഷോപ്പിലോട്ട് പോവുകയാണ്. അപ്പോൾ ലീലോ നമ്മുടെ സ്റ്റിച്ചിനെ കണ്ടതും സ്റ്റിച്ച് പറയുകയാണ്, എന്നെ കാരണമില്ലേ നന്നായിട്ടിരുന്ന നിങ്ങളുടെ കുടുംബമെല്ലാം നശിച്ചത് സങ്കടത്തിൽ പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല, നീയും എൻ്റെ ഒരു കുടുംബമാണെന്ന് പറഞ്ഞ് അതിനെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നതിനുശേഷം കറക്റ്റ് ഈ ടൈമിൽ ഇവിടെ ജുക്കിപ്പ ആ പോർട്ടൽ കണ്ണുപയോഗിച്ച് വരികയാണ്. അതിനുശേഷം നമ്മുടെ സിസ്റ്റർ പിടിക്കാൻ വേണ്ടി ജുഗിബ വന്നതും ജുഗിബാൻ്റെ കയ്യിലത്തെ പോർട്ടൽ ഗണ്ണ് എടുത്ത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് മനസ്സിലാക്കി മേലെയും താഴെയും 2 പോർട്ടൽ ഉണ്ടാക്കി ആ ലൂപ്പ് ഹോളിൽ അവനെ പെടുത്തിയിട്ട് ഇവർ ആ ഗണ്ണും കൊണ്ട് മുങ്ങുകയാണ്. സ്ട്രൈറ്റ് വരുന്നത് നമ്മുടെ ലീലോൻ്റെ വീട്ടിലേക്കാണ്. പക്ഷേ ലീലോൻ്റെ വീട്ടിൽ തന്നെ ആരുമില്ല. കാരണം അവളെ തപ്പി നമ്മുടെ ഏജൻറ്റ് കോബ്രയും അതേപോലെ ഓഫനേജ് ലേഡിയും ഞാനും പോയിട്ടുണ്ട്. ഇവൻ ഇങ്ങനെ പെട്ടെന്ന് അവൻ്റെ ക്ലോൺ മെഷീൻ ഓഫാക്കി അവൻ ഏലിയൻ രൂപത്തിൽ ആ ലൂപ്പ് ഹോളിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. എന്നതിന് ശേഷം അവർ വീട്ടിലെത്തിയതും വീട്ടിൽ ആരോ ഡോർ തുറക്കുകയാണ്. ഇത് കണ്ട് നമ്മുടെ സിസ്റ്റർ പറയുകയാണ് തുറക്കരുത്, ജുഗിബി ആയിരിക്കും എന്ന്. എന്നിട്ട് ഇവർ കിച്ചൺ കബോർഡിൽ ഒളിക്കുകയാണ്. കറക്റ്റ് നമ്മുടെ ജുഗിബി ആയിരുന്നു അത്. അതിനുശേഷം നമ്മുടെ സിസ്റ്റർ കയ്യിലുള്ള പോർട്ടൽ കണ്ണ് വെച്ച് ഒരു പോർട്ടൽ റൂമിലോട്ടും ഇനി ഒന്ന് നമ്മുടെ കിച്ചൺ കബോർഡിൻ്റെ അടുത്തേക്കും ആക്കുകയാണ്. എന്നിട്ട് കിച്ചൺ കബോർഡ് വഴി സ്റ്റെയറിലേക്ക് കയറുകയാണ്. എന്നതിന് ശേഷം നമ്മുടെ ജുഗിബിയും പിന്നാലെ പോവുകയാണ്. ഇവർ ജുഗിബേൻ്റെ രക്ഷപ്പെടാൻ വേണ്ടി സൺറൂഫ് വഴി താഴെ ചാടുകയാണ്. അപ്പോൾ ജുഗിബ പറയുകയാണ്, നിങ്ങൾ മനുഷ്യന്മാർ ഓർമ്മയെല്ലാം ഫോട്ടോയിലാണല്ലോ സൂക്ഷിക്കുക പറഞ്ഞാൽ അത് ഫുള്ളും നശിപ്പിക്കുകയാണ്. ആ വീട് ജുഗിബ ഫുള്ളും വെടിവെച്ച് തകർക്കുകയാണ്. എന്നതിന് ശേഷം ജുഗിബ ലീലിൻ്റെ അടുത്തായി പറയുകയാണ്, ഞാൻ നിൻ്റെ അച്ഛനമ്മയുടെ ആ റൂമും കൂടി തകർക്കാൻ പോവുകയാണ്. ഇത് കേട്ട നമ്മുടെ ലീലുക്ക് ദേഷ്യം വന്നു, നീ അത് തൊട്ടാൽ ഞാൻ നിന്നെ തീർക്കുമെന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ജുഗിബ കറക്റ്റ് ലീലോയെ ആക്രമിക്കുന്ന സമയത്ത് നമ്മുടെ 626 ഒരു പോർട്ടൽ ഉണ്ടാക്കി അതിലൂടെ വന്ന് നമ്മുടെ ജുഗിബിനെ ഉന്തി മാറ്റുകയാണ്. എന്നതിന് ശേഷം അവർ തമ്മിൽ ഫൈറ്റ് നടക്കുകയാണ്. ഇത് കേട്ട് നമ്മുടെ പ്ലീക്കിലി അവിടെ എത്തുന്നു. പ്ലീക്കിലി വന്ന പാട് നമ്മുടെ ലീലു അവൻ്റെ കണ്ണിക്ക് പെപ്പർ സ്പ്രേ അടിച്ച് കൊടുക്കുകയാണ്. എന്നതിന് ശേഷം നമ്മുടെ ജുഗിബ സിസ്റ്റർ വലിച്ചെറിയുന്നു. എന്നിട്ട് നമ്മുടെ സിസ്റ്റർ ആക്രമിക്കാൻ പോകുമ്പോൾ ഒരു പാൻ എടുത്ത് ലീലു അവൻ്റെ തലക്കിട്ട് അടിക്കുക. എന്നിട്ട് ഫ്രിഡ്ജ് പോർട്ടൽ വഴി ഉപയോഗിച്ച് അവനെ അവിടെ ട്രാപ്പ് ആക്കുകയാണ്. എന്നതിന് ശേഷം കൊണ്ടുവന്ന് ഗണ്ണനെ എടുത്ത് അവനെ മിരട്ടുകയാണ്. അപ്പോഴാണ് അവൻ ലീലിനടുത്തൊരു കാര്യം പറയുന്നത്, നീ വിചാരിക്കുന്ന പോലെ ഈ സിസ്റ്റർ അത്ര നല്ലവനൊന്നല്ല, ഇവനെ കാരണം മനുഷ്യന്മാർക്ക് ഉപദ്രവം ഉണ്ടാവുള്ളൂ, വേണമെങ്കിൽ നീ തന്നെ ചോദിച്ചു നോക്ക്, അവൻ രക്ഷപ്പെടാൻ വേണ്ടിയാണ് നിൻ്റെ കൂടെ വന്നതെന്ന്. അപ്പോൾ ഇത് കേട്ട നമ്മുടെ നീലോ സിസ്റ്റർ അടുത്ത് ചോദിക്കുകയാണ്, നീ അതുകൊണ്ടാണോ എൻ്റെ അടുത്ത് വന്നതെന്ന്. അപ്പോൾ നമ്മുടെ സിസ്റ്റർ ഒന്നും പറയാതെ മിണ്ടാണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ ജുഗിബ പറയുകയാണ്, നിനക്ക് അവളെ രക്ഷിക്കണമെങ്കിൽ നീ എൻ്റെ കൂടെ വന്നേ പറ്റൂ എന്ന്. അപ്പോൾ നമ്മുടെ സിസ്റ്റർ ഒന്നും നോക്കാണ്ട് അവൻ കൊണ്ടുവന്ന ആ ഷോക്കിൻ്റെ യന്ത്രം തൻ്റെ കഴുത്തിലിടുകയാണ്. എന്നതിന് ശേഷം ഒരു പോർട്ടൽ ഉണ്ടാക്കി ജുഗിബൻ്റെ കൂടെ ആ സ്പേസ്ഷിപ്പിലോട്ട് പോവുകയാണ്. നമ്മുടെ ഞാനിയുടെ വീട്ടിലെ പുക കണ്ട് നമ്മുടെ ഏജൻറ്റ് കോബ്രയും ആൻറ്റി ടൂട്ടുവും നമ്മുടെ ഞാനിക്ക് വിവരം നൽകുകയാണ്. എന്നതിന് ശേഷം ഇവൻ സിസ്റ്റർ അടുത്ത് പറയുകയാണ്, ഞാൻ നിന്നെ സിസ്റ്റർ 6 സിസ്റ്റർ 7 ആക്കാൻ പോവുകയാണെന്ന്.
ഈ ടൈമിലാണ് നമ്മുടെ ഞാൻ ലീലോ തിരക്കി വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഇവർ പ്ലീക്കിലേക്ക് കണ്ട് പേടിക്കുന്നു. കറക്റ്റ് ഏജന്റ് കോബ്ര അവനെ അറസ്റ്റും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ജുഗിബ പറയുകയാണ്, ഞാൻ നിന്നെ 627 ആക്കാൻ പോവാണ്, നിന്റെ ഉള്ളിലുള്ള സ്നേഹത്തിനെ എടുക്കാൻ പോകുന്നു, നിന്നെ ക്രൂരനാക്കാൻ പോവുകയാണെന്ന്. അപ്പോഴാണ് കാണിക്കുന്നത് നമ്മുടെ ലീലോ വീട്ടിലില്ല, പകരം അവൻ്റെ സ്പേസ്ഷിപ്പിൽ തന്നെയായിരുന്നു. പ്ലീക്കിലിയെ അറസ്റ്റ് ചെയ്ത ഏജന്റ് കോബ്രയോട് ഞാൻ ഈ ദേഷ്യത്തോട് പറയണം, നിങ്ങൾ ജനങ്ങളെ സംരക്ഷിക്കാനില്ലേ, നിങ്ങൾ എന്താ കാണിക്കുന്നത്? അപ്പോൾ പ്ലീക്കിലി പറയണം, ഞാൻ നല്ലവനാണ്, മറ്റേ ജുഗിബയാണ് ചീത്തവൻ, അപ്പോൾ എനിക്ക് വിചാരിച്ചില്ല നിങ്ങളെ രക്ഷിക്കാൻ പറ്റുന്നൊക്കെ പറയണം. അപ്പോൾ ഏജന്റ് കോബ്ര അവനെ ഫ്രീ ആക്കി വിടുകയാണ്. കറക്റ്റ് ഈ ടൈമിൽ നമ്മുടെ ജുഗിബേൻ്റെ സ്പേസ്ഷിപ്പ് 2 മിനിറ്റിനുള്ള ഔട്ടർ സ്പേസ് പോകുമെന്നാണ്. അപ്പോൾ ഈ കറക്റ്റ് ടൈമിൽ നമ്മുടെ ലീലോനെ ഞാൻ കാണുന്നുണ്ട്. കറക്റ്റ് തിരിയുമ്പോൾ ജുഗിബേൻ്റെ കണ്ണിൽ തട്ടാണ്ടിരിക്കാൻ വേണ്ടി നമ്മുടെ 626 അവിടുത്തെ വയറെല്ലാം വലിച്ച് ജുഗിബിൻ്റെ ശ്രദ്ധ ഇങ്ങോട്ട് മാറ്റിയതും നമ്മുടെ ലീലോ കത്തിയിട്ട് പറയുന്നത്, നിന്റെ കഥ തീർന്നിട പറഞ്ഞ് അമർത്തുമ്പോൾ കറക്റ്റ് അത് വൈപ്പറിൻ്റെ സ്വിച്ച് ആയിരുന്നു. അപ്പോൾ ടെൻഷൻ ലെവൽ അവിടെയുള്ള എല്ലാ സ്വിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി നോക്കിയതും സ്പേസ്ഷിപ്പിൻ്റെ അകത്തും പുറത്തും നിറയെ മാറ്റങ്ങൾ വരണം. എന്നിട്ട് അവസാനം എന്തൊക്കെയോ ചെയ്ത് നമ്മുടെ 626ൻ്റെ അടച്ച കണ്ണാടി അങ്ങോട്ട് തുറന്നു വിടുകയാണ്. എന്നതിന് ശേഷം അവൻ വന്ന് നമ്മുടെ ജുഗിബയെ അറ്റാക്ക് ചെയ്തു. പരസ്പരം ഇവർ തമ്മിൽ അടി നമ്മുടെ സ്റ്റിച്ച് അവനെ അടച്ച ക്യാപ്സ്യൂൾ അങ്ങോട്ട് തുറന്നു വിടുകയാണ്. അങ്ങനെ നമ്മുടെ പ്രഷർ താങ്ങാണ്ട് നമ്മുടെ ജുഗിബ അതിലേക്ക് പോയി കുടുങ്ങുന്നു. ഇത് കണ്ട് നമ്മുടെ ലീലോ ചിരിച്ചുകൊണ്ട് അവൻ്റെ ക്ലോണിങ് ഡിവൈസ് ഉപയോഗിച്ച് അവനെ മനുഷ്യനേക്ക് താഴേക്ക് തള്ളിയിടുകയാണ്. അങ്ങനെ നമ്മുടെ ജുഗിബ താഴെ വിടുന്നു. പിന്നീട് കാണിക്കുന്നത് കൺട്രോൾ ഇല്ലാണ്ട് പോകുന്ന സ്പേസ്ഷിപ്പിനെയാണ്. ഇവർക്കാണെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇത് കുറച്ച് ടൈമും കൂടി കഴിഞ്ഞാൽ നേരെ പോയി വെള്ളത്തിലേക്ക് മുങ്ങും. ഇത് കണ്ട് നമ്മുടെ ഡേവിഡും ഏജന്റ് കോബ്രയും ആനിയും എല്ലാം അതിന് ഫോളോ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് ആ ടൈമിലാണ് നമ്മുടെ സ്റ്റിച്ച് പറയുന്നത്, ലീലോ നമുക്ക് ചാടിയേ പറ്റൂ, അല്ലെങ്കിൽ നമ്മൾ മരിക്കും, എന്നെ വിശ്വസിച്ച് ചാടിയെന്ന്. അപ്പോൾ ലീലോ പറയണം, എനിക്ക് പേടി. കറക്റ്റ് ഈ ടൈമിൽ ലീലോൻ്റെ ഫാമിലി ഫോട്ടോ താഴെ വീണതും കപ്പൽ വെള്ളത്തിലോട്ട് മുങ്ങുകയാണ്. ഇത് കണ്ട ഞാൻ പേടിച്ചിട്ട് വെള്ളത്തിലേക്ക് ചാടുന്നു. ഈ ടൈമിലാണ് നമ്മുടെ സ്റ്റിച്ചിനെ കാണിക്കുന്നത്. സ്റ്റിച്ച് സേഫായി വെള്ളത്തിലായി, പക്ഷേ ലീലോ വള്ളത്തിനിടയിൽ കുടുങ്ങി കിടക്കുകയാണ്. ഇവർ രണ്ടും കൽപ്പിച്ച് വള്ളത്തിലോട്ട് ഇറങ്ങി ലീലോയെ രക്ഷപ്പെടുത്തുകയാണ്. എന്നതിന് ശേഷം സ്റ്റിച്ച് വള്ളത്തിൽ വീണതും ഭാരം കൂടി അവൻ അവിടെ കിടക്കുകയാണ്. അതിന് ശേഷം അവൻ മുകളിൽ പൊങ്ങിയ ലീലോ പിന്നെയും താഴെ പോയി സ്റ്റിച്ചിനെ രക്ഷപ്പെടുത്താൻ നോക്കുന്നു, പക്ഷെ അവളെ കൊണ്ട് പറ്റുന്നില്ല. എന്നതിന് ശേഷം അവൾ മേലെ നീന്തി വരികയാണ്. എന്നിട്ട് ഞാൻ ചോദിക്കുകയാണ് അവളുടെ അടുത്ത്, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നീ സേഫ് അല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലീലോ പറയാണ്, മുകളിൽ സ്റ്റിച്ച് ഉണ്ട്, അവനെ അങ്ങോട്ട് അവനെ രക്ഷപ്പെടുത്തണം. അപ്പോൾ ഞാൻ പറയാണ്, അവൻ വളരെ ആഴത്തിലാണ് എനിക്ക് രക്ഷപ്പെടുത്താൻ കഴിയില്ല. അപ്പോൾ ലീലോ പറയാണ്, അവന് നമ്മുടെ കുടുംബമല്ലേ, നീ അവനെ എന്തായാലും രക്ഷപ്പെടുത്തണമെന്ന്. അപ്പോൾ ഞാൻ ഈ ലീലോയ്ക്ക് വേണ്ടി രണ്ടും കൽപ്പിച്ച് അവളുടെ ജീവൻ പണയം വെച്ച് വള്ളത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോയി അതിന് പൊക്കണം. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിന് ഒടുക്കത്തെ ഭാരം. അവൾ നേവി ട്രെയിനിങ് എടുത്തുകൊണ്ട് വളരെ കഷ്ടപ്പെട്ട് സ്റ്റിച്ചിനെയും കൊണ്ട് കടലിൽ പുറത്തേക്ക് വരാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ കുറേ കഷ്ടപ്പെട്ടതിന് ശേഷം അവൾ സ്റ്റിച്ചിനെയും കൊണ്ട് കരയ്ക്ക് എത്തുകയാണ്. പക്ഷേ നമ്മുടെ സ്റ്റിച്ച് ഫുള്ളും അബോധാവസ്ഥയിലായിരുന്നു. എന്നതിന് ശേഷം അവനെ ഷോക്കെല്ലാം കൊടുത്ത് എണീപ്പിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്ലേക്കിലി പറയുകയാണ്, അവനിക്ക് അത്രയും വോൾട്ടേജ് പോരാ, ഇനിയും വേണമെന്ന്. അപ്പോൾ അവിടെ കാറിൻ്റെ ബാറ്ററിയിലേക്ക് ഒരു വയർ കൊടുത്തതിന് ശേഷം നമ്മുടെ ഞാൻ കാറ് സ്റ്റാർട്ടാക്കുന്നു. പക്ഷേ ഇപ്പോൾ അപ്രതീക്ഷിതമായി ഒറ്റ തവണത്തിൽ തന്നെ കാറ് സ്റ്റാർട്ടായി. എന്നുവെച്ചാൽ ആ ഷോക്കും അവന് മതിയാവാണ്ട് വരുന്നു. ഇത് കണ്ട് നമ്മുടെ ലീലോ അവനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. ഇങ്ങനെ ഭയങ്കര വിഷമത്തിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ സ്റ്റിച്ച് മെല്ലെ അങ്ങോട്ട് കണ്ണ് തുറക്കുന്നത്. എന്നിട്ട് ലീലോ ഐ എം സോറി എന്ന് പറയുന്നു. ഇത് കണ്ട് ലീലോയ്ക്ക് വളരെ സങ്കടമായി അവനെ കെട്ടിപ്പിടിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ലീലോ അവൻ്റെ വായിന്നൊരു ഫോട്ടോ തുപ്പുകയാണ്. ലാസ്റ്റ് അവൻ്റെ ഫാമിലി ഫോട്ടോ ലീലോ കളഞ്ഞിട്ടില്ല. എന്നതിന് ശേഷം നമ്മൾ ആകാശം നോക്കുകയാണെങ്കിൽ ഔട്ട് സ്പേസിൽ നിന്ന് മറ്റേ കമ്മ്യൂണി വെസ്റ്റ് സ്പേസ്ഷിപ്പ് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മുടെ ലീഡർ ഒരു ചെറിയ ക്രാഫ്റ്റിൽ ഇറങ്ങി താഴോട്ട് വരികയാണ്. എന്നതിന് ശേഷം ലീഡർ പറയുകയാണ്, ഇവനെ ഞങ്ങളുടെ ഗ്രഹത്തിൽ നിന്നാണ് നിർമ്മിച്ചത്, ഇവൻ നിങ്ങളെ നല്ലോണം ഉപദ്രവിച്ചെന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് ഞങ്ങളോട് ക്ഷമിക്കണം, ഇവനെ ഞങ്ങൾ അതുകൊണ്ട് അറസ്റ്റ് ചെയ്യണം. ഈ സമയത്താണ് കറക്റ്റ് വെള്ളത്തിൽ വീണ നമ്മുടെ ഇവൻ ആ മിഷൻ കൊണ്ടുപോകുന്നത്. നമ്മുടെ 626 പറയുന്നത്, എൻ്റെ പേര് 626 അല്ല, സ്റ്റിച്ച് എന്നാണ്, എനിക്കൊരു കുടുംബമുണ്ട്, അത് ഇപ്പോൾ പിരിഞ്ഞെങ്കിലും എന്തായാലും ഞങ്ങളെല്ലാം ഒത്തുചേരുമെന്ന്. അപ്പോൾ ഇതൊക്കെ കണ്ട് മറ്റുള്ളവർ ഇങ്ങനെ സങ്കടത്തിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ പ്ലേക്കിൽ ഒരു കാര്യം പറയുന്നത്, ലീഡർ ഇവൻ ഇവിടെ തന്നെ നിന്നോട്ടെ എന്ന്. അപ്പോൾ ലീഡർ പറയുകയാണ്, പറ്റില്ല, മനുഷ്യന്മാർ നമ്മളെ കണ്ട് ആവശ്യമില്ലാണ്ട് പേടിക്കുമെന്നും. അപ്പോഴാണ് നമ്മുടെ ഏജന്റ് കോബ്ര അയാളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറയുന്നത്, ഈ കാര്യം മനുഷ്യന്മാർക്ക് അറിയാതെ ഞാൻ നോക്കിക്കോളാം ലീഡർ എന്ന്. അപ്പോൾ ലീഡർ പറയുകയാണ്, ഫസ്റ്റ് ഇവനുള്ളിൽ നല്ല വിഷയങ്ങളൊക്കെ ഉണ്ട്, നിങ്ങളെ കാണുമ്പോഴാണ് അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നത്, പക്ഷേ ഞങ്ങൾ ഗ്രൂപ്പോടെ എടുത്ത തീരുമാനമാണ്, അത് എനിക്ക് ഒറ്റയ്ക്ക് മാറ്റാൻ കഴിയില്ല, അതുകൊണ്ട് ഇവൻ ഇനി ഞങ്ങളുടെ ഗ്രഹത്തിൽ വേണ്ട, ഇവൻ ഇവിടെ തന്നെ ഭൂമിയിൽ തന്നെ ഇരുന്നോട്ടെ എന്ന് പറയുകയാണ്. ഇത് കേട്ടപാടെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവാണ്. അതേപോലെ ലീഡർ പ്ലീക്കിൻ്റെ അടുത്ത് പറയുകയാണ്, ഇവനെ നോക്കുന്നത് നിന്നെ ഡ്യൂട്ടിയാണ്, അതുകൊണ്ട് നീ ഇവിടെ തന്നെ നിന്നാൽ മതി എന്ന് പറയുകയാണ്. ഇത് കേട്ട പ്ലീക്കിലേക്കും ഭയങ്കര ഹാപ്പി ആവുകയാണ്, കാരണം എനിക്ക് ഭൂമിയിൽ നിന്ന് അത്ര ഇഷ്ടമാണ്.
പ്രശ്നങ്ങൾക്ക് ശേഷം ഞാനീൻ്റെ വീട് കാണിക്കുകയാണ്. ഞാനീൻ്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിക്ക് വളരെ സങ്കടമാണ്. കാരണം നമ്മുടെ ലീലോനെ വിട്ട് പിരിയേണ്ടതായിട്ട് കറക്റ്റ് ആ ടൈമിലാണ് നമ്മുടെ ഓഫനേജ് ലേഡിയും ആൻറ്റി ടൂട്ടും വരുന്നത്. ആൻറ്റി ടൂട്ട് പറയുകയാണ്, നിൻ്റെ വീട് കത്തി, കയ്യിലൊരു ഏലിയൻ ഡോഗ്, അപ്പോൾ എനിക്ക് ഈ ലീലോനെ എനിക്ക് തന്നേക്ക്, ഞാൻ നോക്കിക്കോളാം, നീ നേവിക്ക് പൊയ്ക്കൊന്ന് പറയുകയാണ്. അപ്പോൾ കറക്റ്റ് ഈ ടൈമിലാണ് നമ്മുടെ ഓഫനേജ് ലേഡി പറയുന്നത്, നമ്മുടെ ആൻറ്റി വന്നിട്ട് ഓഫനേജ് ലേഡിക്ക് ഒരു ഒപ്പിട്ട് കൊടുത്തു, ലീലോൻ്റെ കാര്യം ഞാൻ ഏറ്റെടുത്തു എന്ന്. അപ്പോൾ ഇവരുടെ ഫാമിലി ഒന്നും കൂടി വലുതാവുകയാണ്. ഡേവിഡ്, ആൻറ്റി ടൂട്ടു, നീലോ, സ്റ്റിച്ച്, അതേപോലെ ഞാൻ, ഇവർ 5 പേരാവുകയാണ്. അതിന് ശേഷം ലീലോ പറയുകയാണ്, നീ നേവി പഠിക്കാൻ പൊയ്ക്കുമെന്ന്. അപ്പോൾ ഞാൻ വേണ്ടെന്ന് പറയണം. അപ്പോൾ നമ്മുടെ അച്ഛനമ്മമാരുടെ ആഗ്രഹം അതാണെന്ന് പറയണം. അപ്പോൾ ആ ടൈമിലാണ് ആൻറ്റി ടൂട്ടു പറയുന്നത്, നീ പറഞ്ഞില്ല നിൻ്റെ അച്ഛനമ്മമാർ നിന്നെ വിട്ടിട്ട് പോയപ്പോൾ ഒറ്റയ്ക്കാക്കിയെന്ന്. പക്ഷെ നിന്നെ യഥാർത്ഥത്തിൽ ഒറ്റയ്ക്കാക്കിയിട്ടില്ല. ഞാൻ, നിൻ്റെ അനിയത്തി, ഈ നാട് എല്ലാം നിനക്കായി വിട്ടിട്ട് പോയിരിക്കുകയാണ് എന്ന്. ഷോട്ടിൽ കാണിക്കുന്നത് ഞാനിയുടെ കേടായ വീട് നന്നാക്കുന്നതാണ്. അതേപോലെ സ്റ്റിച്ച് പണ്ടത്തെ പോലെ ഒരു സങ്കടമില്ലാണ്ട് ഇപ്പോൾ നല്ല എൻജോയ് ചെയ്തിരിക്കുകയാണ്. അതേപോലെ ഞാൻ അവൾ വിചാരിച്ച പോലെ തന്നെ നേവിക്കായി പോകുകയാണ്. എന്നതിന് ശേഷം ഞാൻ ലീലോയെ വീഡിയോ കോൾ വിളിച്ചപ്പോൾ ലീലോ പറയുകയാണ്, ഞാൻ ചേച്ചിയെ ഭയങ്കര മിസ് ചെയ്യുന്നു എന്ന്. അപ്പോൾ ഞാനിത് അവളുടെ കയ്യിലുള്ള പോർട്ടൽ ഗൺ ഉപയോഗിച്ച് സ്ട്രൈറ്റ് ലീലോൻ്റെ അടുത്ത് വരികയാണ്. ഈ ശബ്ദം കേട്ട് ഏജൻറ്റ് കോബ്ര അവിടെ വന്നപ്പോൾ തിരിച്ചു പോകാമെന്ന് കരുതിയപ്പോൾ മറ്റേ പോർട്ടൽ ഗൺ വർക്കാവുന്നില്ല. അപ്പോൾ ഏജൻറ്റ് കോബ്ര നോക്കുമ്പോൾ ഉറങ്ങുന്ന പോലെ ഇവർ അഭിനയിക്കുകയാണ്. വെച്ച് ഈ അടിപൊളി ആനിമേറ്റഡ് മൂവി അവസാനിക്കുകയാണ് കേട്ടോ മച്ചാന്മാർ. അപ്പോൾ ഇതേപോലത്തെ കൂടുതൽ വീഡിയോയുമായി തിരിച്ചു വരുന്നത് വരെ ഇറ്റ്സ് മീ സൈനിങ് ഓഫ് മല്ലു മൂവി എക്സ്പ്ലോറർ.